ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സാഹോദര്യ സമ്മേളനം എന്ന മുദ്രാവാക്യവുമായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. ഫെബ്രുവരി 14 ബുധനാഴ്ച കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അമീർ സയ്യിദ് സഅദുല്ല ഹുസൈനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 14 ബുധനാഴ്ച ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരളയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വെച്ച് ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ സാഹോദര്യ സമ്മേളനം എന്ന മുദ്രാവാക്യവുമായാണ് സമ്മേളനം നടത്തുന്നത്. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ നടക്കുന്ന സാഹോദര്യ സമ്മേളനത്തിൽ ഗ്യാൻവാബി മസ്ജിദ് ഇമാം അബ്ദുൽ ബാത്തിൻ നുമാനി മുഖ്യാതിഥിയായിരിക്കും. ഇന്ത്യയിലെ ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന് നേരെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വംശീയാക്രമണങ്ങൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഹനിക്കുന്നതും നിയമപരിരക്ഷ റദ്ദു ചെയ്യുന്ന സ്വഭാവത്തിലുമുള്ളതാണെന്ന് സംഘടന ആരോപിക്കുന്നു. ഈ അർത്ഥത്തിൽ ഈ വരുന്ന 14-ാം തീയതി ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം ഹിന്ദുത്വ വംശീയതക്കെതിരെ ബഹുജന റാലിയും സാഹോദര്യ സമ്മേളനവും സംഘടിപ്പിക്കുകയാണ്. ഗ്യാൻവാബി മസ്ജിദ് ഇമാം അബ്ദുൽ ബാത്തിൻ നൊമാനി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി അഖിലേന്ത്യാ അമീർ സയ്യിദ് സഅദുല്ല ഹുസൈനി ഉദ്ഘാടനം ചെയ്യും. ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും കവർന്നെടുക്കപ്പെടുന്ന വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസത്തിന്റെ കനത്ത കാലൊച്ചകൾ മുഴങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പൗരന്മാർക്ക് വേണ്ടി പൗരസമൂഹം കാവലിരിക്കേണ്ടതുണ്ട് എന്ന സാമൂഹിക ജാഗ്രതയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അമീർ സയ്യിദ് സഅദുല്ല ഹുസൈനി ഉദ്ഘാടനം ചെയ്യും. പി മുജീബ് റഹ്മാൻ, ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ ഹാസ്മി, ആർ രാജഗോപാൽ, വി എച്ച് അലിയാർ ഖാസിമി, ഷംസുദ്ദീൻ മന്നാനി, പി സുരേന്ദ്രൻ, എൻ പി ചേക്കുട്ടി, കെ കെ ബാബുരാജ്, വി ടി അബ്ദുള്ളക്കോയ തങ്ങൾ, അംബിക മറുവാക്ക്, ബാബുരാജ് ഭഗവതി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ശിഹാബ് പൂക്കോട്ടൂർ, സി ടി ഹുസൈബ, ഫൈസൽ പാങ്ങോട്ടോയി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.